അറിയാം ഈ കുടുംബത്തോടൊപ്പം തെരച്ചിലിന്റെ തുടക്ക ദിവസം മുതൽ തന്നെ അവിടെ തുടരുകയും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഓരോ ഭാഗവും നിരീക്ഷിക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഈ ലോറി ഉടമ, അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ്. മനാഫിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരു വട്ടം കൂടി തെരച്ചിൽ നടത്തണമെന്നാണ് ലോറി ഉടമ മനാഫ് പറയുന്നത്. തനിക്ക് പ്രതീക്ഷയുണ്ടെന്നും മനാഫ് പറയുന്നു. ഓൽക്ക് സ്ഥിരം അറിയണല്ലേ കേറാൻ രാവിലെ തുടങ്ങുന്ന നിങ്ങളായാലും ഞമ്മളായാലും എന്ന് ഈ ഒരു സംഘർഷമാണ് പ്രശ്നം. ടൈം ആവുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ്. അതെ, ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു വിവാദം ആരും ചെയ്യരുത്. ഒരു കാര്യം എനിക്ക് പറയാൻ, ഇതിന് പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരാക്കിയിട്ട് ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ കാണില്ല. ഈ കാറ്റും ഈ തണുപ്പും ഇതിന്റെ ഇടയിൽ നിന്നിട്ട് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരും കുറ്റം പറയുന്നുണ്ട് ഈ കൂട്ടത്തിലുള്ള ആളുകളെ. ശരിയാണ്, നമ്മൾ ഇടത്തെ ഭാഗത്ത് മണ്ണ് തെരഞ്ഞി കിട്ടിയില്ല, എന്താ ചെയ്യുക? നമ്മൾ സാധാരണക്കാരനല്ലേ, നമ്മക്ക് അതിന് മാത്രം ടെക്നോളജി ബുദ്ധിയൊന്നും ഇല്ലാലോ. നമ്മള് എഞ്ചിനീയർമാരോ അല്ലെ ശാസ്ത്രജ്ഞന്മാരോ ഒന്നും ഇല്ലാലോ. ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല, വലത്തെ ഭാഗത്ത് നോക്കണോ? അതിനെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, വലത്തെ ഭാഗത്ത് തപ്പാണ്. ഉത്തരകന്നഡയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെയുള്ള തെരച്ചിൽ 8ാം ദിവസവും നടക്കുകയാണ്. ഇപ്പോൾ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം ഇന്നത്തെ ദിവസം പുനരാരംഭിച്ചിട്ടില്ല, അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും. നമുക്കറിയാം ഇന്ന് ഗംഗാവലി പുഴയിലാണ് അതിനിർണായകമായ സങ്കീർണമായ തെരച്ചിൽ നടക്കുക. നാവികസേനയുടെ നേതൃത്വത്തിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ അടക്കം പിൻബലത്തിൽ നേതൃത്വത്തിൽ വലിയ ഊർജിതമായിട്ടുള്ള തെരച്ചിലാണ് കരയിലും പുഴയിലുമായി നടന്നത്. അതിൽ കൂടുതൽ പ്രാമുഖ്യം നൽകിയത് കരയിലെ തിരച്ചിലിന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും. പക്ഷേ ഒടുവിൽ ഇതാ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു കരയിൽ അർജുനോ ലോറിയോ ഇല്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അവർ